ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണേ. ഈ രാശികൾ മാറൂലേ, പിന്നെ മേടൻ രാശിയിലേക്ക് കടക്കുക ചിലപ്പോ. പക്ഷെ മേടം 1 പിന്നെ ഇന്ന് വന്നെങ്കിലും മേടൻ രാശിയിലേക്ക് കടന്നിട്ടുണ്ടാവില്ല. അപ്പൊ നാളെ മേടൻ രാശിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ശേഷമുള്ള ആദ്യത്തെ സൂര്യോദയമാണ് വിഷു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 15-ാം തീയതി ആവുന്നത്. 15 ആ ഇത് കഴുകിയിട്ട് നോക്കല്ലേ. ഞാൻ പറഞ്ഞൊന്നും ഇതൊക്കെ കഴുകിയിട്ട് നോക്കാം. അവിയലിന് ഇതൊക്കെ കഴുകിയിട്ട് വേണം നോക്കാൻ. അത് സാമ്പാർ തൊലിയോടൊക്കെ കഴിക്കാനായി. കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് നമ്മളെ മാങ്ങാച്ചാറ് തലേന്ന് പഴത്തുനിന്ന് കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിഷ്കണിക്കുള്ളതാണ്. പ്രാവശ്യം കിട്ടിയ വെള്ളരി ഉണ്ടോ? ഉണ്ട വെള്ളരി, പനി വെള്ളരി. അമ്മോടേക്ക് വെള്ളരിക്ക് മാറ്റം ഉണ്ട. നിങ്ങളല്ലതല്ല നിൽക്കല്ലേ നിൽക്കല്ലേ പൊന്നാര മഴ നിൽക്കല്ലേ പ്രാന്തത്തെ. എന്താ വേണ്ടേ? കറി ചോറാ വേണ്ടേ? ചോറിന്റെ കൂടെ എന്താ വേണ്ടേ? ചിക്കനാ? ഇവിടെ ഇരിക്കാൻ മൈ കൊണ്ടുതരാം. അടിയില്ല ചോറ് കൊണ്ടുതരാം കേട്ടോ. പുറത്തേക്ക് കൊണ്ടുവന്നാണ് പച്ചക്കറി കരിയാൻ വേണ്ടിയിട്ട്. കുടിക്കാൻ പറ്റണില്ല. ഞങ്ങൾ അവിയലിന്റെ കഷ്ണങ്ങൾ ഞാനാണ് പണ്ടാലോടാണ് പണ്ടാരി. ഞാൻ നല്ല പണ്ടാരി. സായി ആയിക്കോട്ടെ. സായി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇന്നൊന്നും വിളിച്ചാൽ കൂടിയില്ലല്ലോ. അത് തനു അയ്യോ ഓള് തൊട്ടുള്ള വിഷു. ഒന്നൂടെ ഹാപ്പി വിഷു. അവിയൽ ഓലല് തേങ്ങാപ്പാൽ വെച്ചിട്ടല്ലേ ഒഴിക്കാണ്ട് കണ്ടതാണ്. വിഷു അല്ല ഓലനല്ല, സോറി മത്തനല്ല. ശരി ഇത് ഞങ്ങളെ സാമ്പാർ. സാമ്പാർ വെള്ളം
ഇതാ ഒന്നിച്ചിടാം. സ്പെഷ്യൽ നമ്മുടെ സദ്യ ഇവിടെ പായസം. എന്റെ കഴിക്കാനായില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്തുള്ളവരൊക്കെ വരാനുണ്ടോ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിക്കുസ് എന്താ വേണ്ടേ? നിക്കുസേ എന്താ അക്കോ തല പറ്റ താന്ന് അക്കോ കഴിച്ചോ? കത്തി കേറുവാതിരെ സദ്യ എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടോ. അപ്പൊ ഞങ്ങളെ ഈ വർഷത്തെ വിഷുവാഘോഷം ഞാൻ ഇവിടെ അവസാനിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.